ബബിൾ സോർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് സോർട്ടിംഗ് ടെക്നിക്കായ ബബിൾ സോർട്ടാണ് പറയാൻ പോകുന്നത്. സോ അതിന് ബബിൾ സോർട്ടിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ്, പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബബിൾ സോർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ക്ലാസ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ 3 ഫങ്ഷൻസ് കോൾ ചെയ്യുന്നുണ്ട്. ഗെറ്റ് ഡാറ്റ, ഷോ ഡാറ്റ ആൻഡ് സോർട്ട് ലോജിക് എന്ന് പറഞ്ഞിട്ട് 3 ഫങ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബബിൾ സോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ബബിൾ സോർട്ടിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റൊക്കെ റീഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡിന് യൂസ് ചെയ്യും. ദെൻ ബബിൾ സോർട്ടിൽ ഈ ഒരു സോർട്ടിങ് കഴിഞ്ഞാൽ ഈ ഒരു സോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോ ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യും. ദെൻ ബബിൾ സോർട്ടിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സോർട്ട് ലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യും. സോ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ മെയിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ ഓരോ മെത്തേഡ്സിനെയും കോൾ ചെയ്തിട്ടായി ഇതിനെ റൺ ചെയ്യുന്നുണ്ടാവും. സോ ആദ്യം തന്നെ നമ്മൾ C++ പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് #include iostream.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ യൂസ് ചെയ്യുക. ദെൻ മെയിനിൻ്റെ അകത്ത് നമ്മൾ CLR SCRും getch എന്ന് പറഞ്ഞിട്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് conio.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലും യൂസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസർഷൻ സോർട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതേ പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ അതേ പ്രോസസ്സിങ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമും ചെയ്തത്. സോ ജസ്റ്റ് സോർട്ട് ലോജിക് എന്ന് പറഞ്ഞ മെത്തേഡിൽ മാത്രമേ ഡിഫറൻസ് വരും. ബാക്കിയുള്ള ഗെറ്റ് ഡാറ്റയും ഷോ ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സെയിം കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ ബബിൾ സോർട്ട് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ക്ലാസ് ബബ് സോർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് നെയിം കൊടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ വേരിയബിൾസിൽ നമ്മൾ ഇതിൻ്റെ വേണ്ട പ്രോപ്പർട്ടീസിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇൻറ്റ് എറേ ഡിക്ലെയർ ചെയ്യുകയാണ്. ARR of 30 സൈസ് വരുന്ന ഒരു എറേ ഡിക്ലെയർ ചെയ്തു. ദെൻ n എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ലിമിറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കമ്പാരിസൺസ് നടത്തുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളും ഡിക്ലെയർ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തത്. ദെൻ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മൾ ക്ലാസ്സിൽ ഫംഗ്ഷൻസിനെ ഡിക്ലെയർ ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ഫംഗ്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പബ്ലിക് മോഡിൽ നമ്മൾ 3 ഫംഗ്ഷൻസിനെ സ്പെസിഫൈ ചെയ്തു. ഫംഗ്ഷൻസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സോ വോയിഡ് എന്നും പറഞ്ഞിട്ടാണ് റിട്ടേൺ ടൈപ്പ് കൊടുത്തത്. സോ വോയിഡ് ഗെറ്റ് ഡാറ്റ, വോയിഡ് ഷോ ഡാറ്റ, വോയിഡ് സോർട്ട് ലോജിക് എന്ന് പറഞ്ഞ 3 ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലറേഷൻ ടൈമിൽ നമ്മൾ സെമിക്കോളൻ മസ്റ്റാണ്, അത് മറക്കരുത്. ദെൻ സെമിക്കോളൻ അവിടെ പ്രൊവൈഡ് ചെയ്ത് എല്ലാത്തിനും. ദെൻ ക്ലാസ് ക്ലോസ് ചെയ്യണം. ക്ലാസ് കർലി ബ്രേസസ് സെമിക്കോളൻ വെച്ചിട്ട് ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ നമ്മൾ ക്ലാസ്സിൻ്റെ പുറത്തായിട്ട് ഓരോ ഫംഗ്ഷനെയും ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. വോയിഡ് ബബ് സോർട്ട് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സോ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ലിമിറ്റ് റീഡ് ചെയ്യുന്നു, അത്രയും നമ്പേഴ്സ് ഓഫ് ഡാറ്റാസ് റീഡ് ചെയ്യുന്നു. ഇതാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സോ ഔട്ട് ഹൗ മെനി എലമെൻറ്റ്സ് യു റിക്വയർഡ് അങ്ങനെ ഒരു മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ലിമിറ്റ് എന്താണോ അത് യൂസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് റീഡ് ചെയ്ത് എടുക്കുന്നു. ദെൻ അതിനുശേഷം n നമ്പേഴ്സ് ഓഫ് എലമെൻറ്റ്സ് നമ്മൾ എറേയിലേക്ക് റീഡ് ചെയ്ത് എടുക്കണം. സോ എൻ്റർ ദ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തു. അതിനുശേഷം ഫോർ ലൂപ്പിൽ നമ്മളത് റീഡ് ചെയ്യാൻ ടൈംസ് റീഡ് ചെയ്യും. സോ ഫോർ i = 0, i <n, i++ എന്ന് പറഞ്ഞ ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് AR of i എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ അതിൻ്റെ വാല്യൂ 0 തൊട്ട് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ വാല്യൂ <n വരെ പോകണ്ടു. ദെൻ അതിൻ്റെ വാല്യൂ 1 തൊട്ടിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ n പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ദെൻ ഗെറ്റ് ഡാറ്റയുടെ ഫംഗ്ഷനിങ് എഴുതി. ദെൻ അടുത്തതാണ് ഷോ ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡ്. സോ ഷോ ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ അതുവരെ റീഡ് ചെയ്ത് വാല്യൂ ലിസ്റ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. ദെൻ അതിനുശേഷം കമ്പാരിസൺ എത്രയാണോ നടന്നത് അതിൻ്റെ കൗണ്ടും കൂടി ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. സോ ഫോർ i = 0, i <n, i++, cout ARR of i ആംഗിൾ ബ്രാക്കറ്റ്സിൽ സ്പേസും പ്രൊവൈഡ് ചെയ്തു. നമ്മൾ സ്പേസിങ് വെച്ചിട്ട് എല്ലാ എലമെൻസിനെയും കാണിക്കാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ /t യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്പേസിങ്ങിന് പകരം /t യൂസ് ചെയ്യാം, /n യൂസ് ചെയ്യാം. നമ്മൾ ഓരോ യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമറിൻ്റെയും ക്രിയേറ്റീവിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ സ്പേസ് വെച്ചിട്ടാണ് ചെയ്തത്. സോ ഓരോ നമ്പറും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സ്പേസിങ് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യും. ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒരേ ലൈനിൽ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഒരു സ്പേസിങ് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യും. ദെൻ അതിനുശേഷം എന്ത് ഡിസ്പ്ലേ ചെയ്യും,
നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ കമ്പയർ ചെയ്ത് അത് വാല്യൂ ഏത് വേരിയബിളിലായിരുന്നു ഉണ്ടാവും. കൗണ്ട് എന്ന് പറഞ്ഞാൽ വേരിയബിളായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു കൗണ്ട് എന്ന് പറഞ്ഞാൽ വേരിയബിളിനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയാണ് ഷോ ഡാറ്റ. ഗെറ്റ് ഡാറ്റയും പറഞ്ഞു, ഷോ ഡാറ്റയും പറഞ്ഞു. ഇനി നമ്മൾ ബബിൾ സോർട്ടിൻ്റെ മെയിൻ ലോജിക് എന്ന് പറയുന്നത് സോർട്ട് ലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൻ്റെ ഇൻസൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു മെത്തേഡിൻ്റെ ഇൻസൈഡായിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. അതിന് എന്താ സോർട്ട് ലോജിക് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് വോയിഡ് ക്ലാസ് നെയിം സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ദെൻ ഫംഗ്ഷൻ നെയിമായിട്ട് നമ്മൾ അതിനെ പ്രോട്ടോടൈപ്പ് സ്പെസിഫൈ. സോ വോയിഡ് ബബ് സോർട്ട് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ സോർട്ട് ലോജിക്കിൻ്റെ ഇൻസൈഡായിട്ട് നമ്മൾ കോഡ്സ് എഴുതാൻ പോവുകയാണ്. ഇൻഡ് ടെമ്പ് എന്ന് പറഞ്ഞ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സ്വാപ്പിംഗ് പ്രോസസ്സിംഗ് ആണ് ബബിൾ സോർട്ടിൽ നടത്തുന്നത്. സോ സ്വാപ്പിംഗ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ വേരിയബിൾ ടെമ്പററി വേരിയബിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ കൗണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കൗണ്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു വെച്ചു. ദെൻ നമ്മൾ ഓരോ പാസിലും കമ്പാരിസൺസ് നടക്കുന്നതാണ്. ഇപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ n-1 പാസസ് ഉണ്ടാവും. എല്ലാ n-1 പാസസിലും n-1 കമ്പാരിസൺസ് ഉണ്ടാവും. n-i കമ്പാരിസൺസ് ഉണ്ടാവും. ഓക്കെ, n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതിൽ n-1 പാസസ് ഉണ്ടാവും. ഓരോ പാസസിലും n-i. ഇപ്പോൾ ith പാസസ് 1 പാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ith പാസിൽ എത്ര കമ്പാരിസൺസ്, n-i കമ്പാരിസൺസ് ഉണ്ടാവും. ഒന്ന് ഓൾറെഡി നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ച കാര്യം. സോ 2 ഫോർ ലൂപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പാസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ i എന്ന് പറഞ്ഞ ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ i = 1, i <= n, i++, i 1 തൊട്ടിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെന്താ ആദ്യം ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് പാസ് 0 ഇല്ലല്ലോ, പാസ് 1 തൊട്ടിട്ടാണ് ഉള്ളത്. സോ ആദ്യം തന്നെ 2 എലമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരിക. സോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വാല്യൂ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് നമ്മൾ കമ്പാരിസൺസ് പറഞ്ഞു. ആദ്യം i എന്ന് പറഞ്ഞ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പാസസ് ക്രിയേറ്റ് ചെയ്യാൻ. ദെൻ ഓരോ പാസസിൽ n-i കമ്പാരിസൺസ് ഉണ്ടാവണം. ith പാസിൽ n-i കമ്പാരിസൺസ് ഉണ്ടാകും. സോ അതിന് വേണ്ടിയിട്ട് അടുത്ത j എന്ന് പറഞ്ഞ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ ഇൻറ്റ് j = 0, j <= n-i. നമ്മൾ പറഞ്ഞ ith പാസിൽ എത്ര കമ്പാരിസൺസ് വേണം, n-i കമ്പാരിസൺസ് വേണം. സോ അതാണ് ജെൻ്റെ വാല്യൂ 0 തൊട്ടിട്ട് n-i വരെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ദെൻ ജെൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ. സോ ഫോർ i ഇൻറ്റ് j = 0, j n-i, j++ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് നമ്മൾ കമ്പാരിസൺസ് കൗണ്ട് ചെയ്യണമെന്ന് പറയുന്നത്. സോ കൗണ്ട് = count +1 എന്ന് പറഞ്ഞിട്ട് ഓരോ ടൈംസിൽ കൗണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ദെൻ സ്വാപ്പിംഗ് പ്രോസസ്സിങ് നമ്മൾ അടുത്തടുത്തുള്ള സക്സസീവ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സിനെ എടുക്കുന്നു, അതിനെ കമ്പയർ ചെയ്യുന്നു. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റിനെക്കാട്ടും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ സ്വാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ആ ഒരു കമ്പാരിസൺസ് ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് ARR of j greater than ARR of j+1, a of 1ൻ്റെ വാല്യൂ a of 2നെക്കാട്ടും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, ഇവിടെ ഇപ്പം 1 എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ ജെൻ്റെ എങ്കിൽ j+1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള എലമെൻറ്റ് കറണ്ട് എലമെൻറ്റിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് സ്വാപ്പ് ചെയ്യണമായിരുന്നു. സോ ARR of j greater than ARR of j+1 ആണെങ്കിൽ ടെമ്പ് എന്ന് പറഞ്ഞ ടെമ്പററി വേരിയബിളിലേക്ക് നമ്മൾ ARR of jൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ ARR of jൻ്റെ അകത്ത് ARR of j+1ൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ ARR of j+1ലേക്ക് പിന്നെ ടെമ്പിനെ അസൈൻ ചെയ്ത് കൊടുക്കും. ഇതാണ് സ്വാപ്പിംഗ് പ്രോസസ്സ്. നിങ്ങൾ ഓൾറെഡി സ്വാപ്പിംഗ് പഠിച്ചതാണ്. അവിടെ പറഞ്ഞ അതേ ലോജിക്കാണ് ഈ ഒരു സ്റ്റെപ്പിലും പറഞ്ഞ. ഇഫ് ലൂപ്പിൻ്റെ അകത്ത് ഇൻസൈഡ് സ്വാപ്പിംഗ് ചെയ്യുന്നു. ഈ 3 സ്റ്റെപ്പിലായിരിക്കും സ്വാപ്പിംഗ് നടക്കുന്നുണ്ട്. 2 വേരിയബിൾസ് തമ്മിൽ സ്വാപ്പിംഗ് ചെയ്യുന്ന ഫോർമാറ്റ്, ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് സ്വാപ്പിംഗ് ചെയ്യുന്നതാണ് ഈ 3 സ്റ്റെപ്പ്. ടെമ്പ് = ARR of j, ARR of j = ARR of j+1, ARR of j+1 = ടെമ്പ് എന്ന് പറഞ്ഞിട്ട് ഈ 3 സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദെൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്ന ലിസ്റ്റ്, നമുക്ക് യൂസർ കൊടുത്ത ലിസ്റ്റ് എന്തായിരിക്കും, സോർട്ടഡ് ആയിട്ടുണ്ടാവും.
ദെൻ ഇനി എന്താ, നമ്മൾ ഓൾറെഡി 3 ഫങ്ഷൻസ് എന്താ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞു. ദെൻ ഈ ഒരു ഫങ്ഷൻസിനെ കോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻ ഫങ്ഷൻ റൺ ചെയ്യണമെങ്കിൽ മെയിൻ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണം. സോ വോയിഡ് മെയിൻ്റെ അകത്തുനിന്ന് ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ല. സോ മെയിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ത് കൊടുത്തു, വോയിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ വോയിഡ് മെയിൻ കേർലി ബ്രേസസിന് ഇൻസൈഡ് ആയിട്ടാണ് നമ്മൾ മെയിൻ ഫങ്ഷൻ്റെ കോഡിങ്സ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ CLR SCR എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ക്ലിയർ സ്ക്രീനിന് വേണ്ടിയിട്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് ആ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഗെറ്റ് CH എന്ന് പറഞ്ഞ മെത്തേഡിനും യൂസ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് CH മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കീ പ്രസ് ചെയ്യുന്ന നേരെ നമ്മളെന്താ സ്ക്രീന് ഡിസ്പ്ലേ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്ത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മെയിൻ്റെ അകത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്താ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം, അതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സോ ബബ് സോട്ട് സ്പേസ് OBJ എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ബബ് സോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് OBJ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇനി നമ്മൾ എന്താ ഓരോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ OBJ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം, അതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. സോ OBJ ഡോട്ട് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. ദെൻ OBJ ഡോട്ട് സോർട്ട് ലോജിക് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. ദെൻ അതിനുശേഷം OBJ ഡോട്ട് ഷോ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. ഈ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ഏത് എക്സിക്യൂട്ട് ചെയ്യും, മെയിനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ CLR SCR നമ്മൾ സ്ക്രീന് ക്ലിയർ ചെയ്തു. ദെൻ ബബ് സോട്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ ഇവിടെ പോകും, ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡിൽ പോകും. ഹൗ മെനി എലമെൻറ്റ്സ് യു റിക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് യൂസറിന് വന്നിട്ടുണ്ടാവും. യൂസർ എന്താണോ ലിമിറ്റ് സ്പെസിഫൈ ചെയ്ത എന്താ അത് n എന്ന് പറഞ്ഞ വാല്യൂവിൽ അസൈൻ ചെയ്തു. ദെൻ എൻ്റർ ദ എലമെൻറ്റ് തന്നെ സെക്കൻഡ് മെസ്സേജ് യൂസറിന് വന്നിട്ടുണ്ടാവും. സോ എന്താ എലമെൻറ്റ് എൻ്റർ ചെയ്യുന്നു യൂസർ. ഇപ്പം 5 എന്ന് പറഞ്ഞ ലിമിറ്റായിരുന്നു കൊടുത്തെങ്കിൽ 5 എലമെൻറ്റ്സ് യൂസേഴ്സ് എൻ്റർ ചെയ്യുന്നു. സ്പേസിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റർ വെച്ചിട്ടോ നമുക്ക് ഓരോ നമ്പേഴ്സിനും എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ അതിനുശേഷം സോർട്ട് ലോജിക് എന്ന് പറഞ്ഞ മെത്തേഡായിരിക്കും കോൾ ആവുക. സോർട്ട് ലോജിക്കിൻ്റെ അത് സോർട്ടിങ് പ്രോസസ്സ് നടക്കും. എന്താ സോർട്ടിങ്ങിൻ്റെ ലോജിക്കാണ് വർക്കിംഗ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായി. ദെൻ അതിനുശേഷം ഷോ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് മെത്തേഡിനെ കോൾ ചെയ്യും. ഷോ ഡാറ്റ എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ എന്താണ് നമ്മൾ അതുവരെ സോർട്ടഡ് ചെയ്ത ലിസ്റ്റിനെ എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ട കോഡാണ് COUട്ടിൽ കൊടുത്തത്. സോ COUT ARR of I എന്ന് പറഞ്ഞിട്ട് എറയിൽ എന്തായിരിക്കും സോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. സോ ഓരോ ലിസ്റ്റ് എന്താ ഓരോ എലമെൻറ്റും സ്പേസിങ് വെച്ചിട്ട് ഡിസ്പ്ലേ ആയിട്ട് വരും. ദെൻ അതിനുശേഷം നമ്പർ ഓഫ് കമ്പാരിസൺസ് എന്ന് പറഞ്ഞിട്ട് എത്ര കമ്പാരിസൺസ് നടന്നിനോ അതും കൂടിയും ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ടാവും. സോ ഇതാണ് ബബിൾ സോർട്ട് എന്ന് പറഞ്ഞ ലോജിക്ക്. ഓൾറെഡി നമ്മൾ ഇൻസേർഷൻ സോർട്ട് പറഞ്ഞു, അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്തത്. ജസ്റ്റ് ബബിൾ സോർട്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സോർട്ട് ലോജിക് എന്ന് പറഞ്ഞാൽ മെത്തേഡിൽ മാത്രമേ ഇവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ദെൻ ഇവിടെ നമ്മൾ എന്താ ഇൻക്രീസിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. ആദ്യം ചെറിയ വാല്യൂ ദെൻ സെക്കൻഡ് ഗ്രേറ്റർ അങ്ങനെ വരുന്ന രീതിയിൽ എന്താ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ബബിൾ സോർട്ട് ചെയ്തത്. ദെൻ അതിൻ്റെ റിവേഴ്സ് ഡിക്രീസിങ് ഓർഡറിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഈ ഇഫ് ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ARR of J ഗ്രേറ്റർ ദാൻ ARR of J+1, ആ ഒരു കണ്ടീഷനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡിക്രീസിങ് ഓർഡറിൽ ഇതിനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇൻസേർഷൻ സോർട്ടിൻ്റെ അകത്തും ഇതേ എന്താ കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക മോഡിഫിക്കേഷനായിട്ട് ചെയ്യുക. സോ ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യുക തന്നെയാണ്. താങ്ക് യു.